എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് ഇൻക്ലൂഡിങ് CC 1000 തന്നെ വരുന്ന ഒരു 6 അഗ്ലോണിമ കോമ്പോസായിട്ടാണ് കേട്ടോ എത്തിയിരിക്കുന്നത്. അപ്പം നമുക്ക് ഒരേ കോമ്പോസായിട്ട് പരിചയപ്പെടാം കേട്ടോ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് കോമ്പോയ്ക്കകത്ത് വരുന്നത് നല്ലൊരു പിങ്ക് ലെഗസിയുടെ ബുഷി ആയിട്ടുള്ളൊരു പ്ലാന്റ്. അടുത്ത പ്ലാന്റ് വരുന്നത് ചൈന റെഡിൻ്റെ ഒരു പ്ലാന്റാണ്. ഒരുപാട് സൈസ് ഇല്ല, ഒരു മീഡിയം സൈസാണുള്ളത്. 2 ഷൂട്ട് ഉണ്ട് കേട്ടോ ഈ പ്ലാന്റിനകത്ത്. 2 ഷൂട്ടുള്ളൊരു പ്ലാന്റാണ് ചൈന റെഡിൻ്റെ. നെക്സ്റ്റ് വരുന്നത് റെഡ് സോഡിൻ്റെ ഒരു പ്ലാന്റാണ് കേട്ടോ. അടുത്തത് അഗ്ലോണിമ ട്രൈ കളറിൻ്റെ ഒരു പ്ലാന്റാണ്. അടുത്തത് ഇത് ഡയമണ്ടിൻ്റെ പ്ലാന്റ് അല്ല, അഗ്ലോണിമ മാജിക്കൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വന്നിട്ടുള്ളൊരു പ്ലാന്റാണ്. ഒരുപാട് ഹൈറ്റ് ഇല്ല കേട്ടോ, നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്. ഹൈറ്റ് ഇത്രയാണ് ഉള്ളത് സൈസ്. ഇതാണ് പ്ലാന്റ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ കോമ്പോയ്ക്കകത്ത് 5 പ്ലാന്റ് ഇൻക്ലൂഡിങ് CC 1000 ആണ് റേറ്റ് വരുന്നത് കേട്ടോ. രണ്ടാമത്തെ കോംബോ ഇതാണ്. രണ്ടാമത്തെ കോംബോയ്ക്കകത്ത് വരുന്നത് ലെക്സബിൻ്റെ ഒരു പ്ലാന്റാണ് കേട്ടോ. റെഡ് ലെക്സബിൻ്റെ ഒരു പ്ലാന്റ്, അത്യാവശ്യം സൈസുള്ള ഒരു ബുഷി പ്ലാന്റാണ്. രണ്ടാമത്തെ ബ്യൂട്ടിയുടെ ഒരു ബുഷി പ്ലാന്റാണ് കേട്ടോ. ബ്യൂട്ടിയുടെ ഒരു ബുഷി പ്ലാന്റ്. നെക്സ്റ്റ് നമ്മൾ ഇത് സിയാം പാരഗൺ എന്ന് പറഞ്ഞു, സ്നോ വൈറ്റിൻ്റെ തന്നെ വൈറ്റ് ഷെയ്ഡ് കയറി വരുന്നൊരു പ്ലാന്റാണത്. അടുത്ത് വന്നിട്ട് തൈറോയിഡിൻ്റെ ഒരു പ്ലാന്റാണ് കേട്ടോ. നല്ല റെഡ് കളറൊക്കെ വന്നിട്ടുള്ളൊരു പ്ലാന്റാണ്. നെക്സ്റ്റ് വരുന്നത് റെഡ് സോഡിൻ്റെ ഒരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ. ഈ 5 പ്ലാന്റാണ് നമ്മുടെ രണ്ടാമത്തെ കോംബോയ്ക്കകത്ത് വരുന്നത് ഇൻക്ലൂഡിങ് CC 1000ൻ്റെ രണ്ടാമത്തെ കോംബോ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. സെയിം പ്ലാന്റ്സ് തന്നെയാവും നമ്മൾ അയച്ചു തരുന്നത്. നമ്മുടെ മൂന്നാമത്തെ കോംബോയ്ക്ക് അത്യാവശ്യം സൈസുള്ള പ്ലാന്റ്സാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരു ബ്യൂട്ടിയുടെ നല്ലൊരു റെഡ് കളർ പ്ലാന്റാണ്. അടുത്തത് വരുന്നത് റൈസ്നാരയുടെ ഒരു മദർ പ്ലാന്റ് ആണ് കേട്ടോ വെച്ചിരിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് ഐസ്ബർഗ് വൈറ്റ് ലിപ്റ്റിക് എന്ന് പറയുന്ന അതിൻ്റെ ഒരു അത്യാവശ്യം സൈസുള്ളൊരു പ്ലാന്റ് തന്നെയാണ് വെച്ചിരിക്കുന്നത്. അടുത്തത് ബിഗ് റോയുടെ നല്ലൊരു ബുഷി ആയിട്ടുള്ളൊരു പ്ലാന്റാണ്. പിന്നെ വരുന്ന പ്ലാന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡ് സോഡിൻ്റെ നല്ലൊരു ബുഷി പ്ലാന്റ് കേട്ടോ. ഈ 5 പ്ലാന്റാണ് നമ്മൾ മൂന്നാമത്തെ കോംബോയ്ക്കകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സെയിം പ്ലാന്റ് തന്നെയാവും നിങ്ങൾക്ക് തരുന്നത് കേട്ടോ. അപ്പം ഇനി നെക്സ്റ്റ് കോംബോ കാണാം. അടുത്ത് വരുന്നത് ബ്യൂട്ടിയുടെ ഒരു പ്ലാന്റ് തന്നെയാണ്. പിങ്ക് ലെഗസിയുടെ നല്ലൊരു ബുഷി പ്ലാന്റാണ്. അടുത്ത് വരുന്നത് 10 ക്യാരറ്റിൻ്റെ ഒരു ബുഷി പ്ലാന്റാണ്. ഇത് വന്നിട്ട് റെഡ് സോഡിൻ്റെ ഒരു മീഡിയം സൈസ് പ്ലാന്റാണ് കേട്ടോ. ഇത് വന്നിട്ട് സെൻ സ്റ്റാറിൻ്റെ ഒരു ബുഷി പ്ലാന്റാണ് കേട്ടോ. പിന്നെ കോംബോയ്ക്കകത്ത് സെൻ സ്റ്റാർ, 10 ക്യാരറ്റ്, റെഡ് വൈൻ അങ്ങനെയുള്ള പ്ലാന്റ്സൊക്കെ വരുമ്പോൾ അതിനൊക്കെ റേറ്റ് കൂടുതലാണ്. പക്ഷേ പ്ലാന്റ് സൈസ് കുറവായിരിക്കും കേട്ടോ. കാരണം വെച്ചാൽ ഇതിൻ്റെയൊക്കെ മദർ പ്ലാന്റിന് 500 രൂപ ഒക്കെ മേലെ വരുന്ന മദർ പ്ലാന്റ്സാണ്. അപ്പം നമുക്ക് ഈ 5 പ്ലാന്റൊക്കെ കൊറിയർ ചാർജ് അടക്കം 1000ൻ്റെ കോംബോയിൽ വെക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞൂടെ അത്രയ്ക്ക് സൈസ് ഉണ്ടാവില്ല. ഈ ഒരു കാണുന്ന സൈസാണ് ഉണ്ടാവുക. ഇപ്പോൾ ഒരു പോട്ടിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കൈപ്പത്തി നീളമൊക്കെയാണ് പോട്ടിൻ്റെ അവിടെ നിന്ന് ഈ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ളത് കേട്ടോ. അത്രയ്ക്കാണ് സൈസ് വരിക. ഇത് മദർ പ്ലാന്റ്സിനൊക്കെ നല്ല റേറ്റ് ഉണ്ട്, അത് കാരണമാണ് നമുക്ക് ഈ റേറ്റ് വരുന്നത് കേട്ടോ. സെയിം പ്ലാന്റ്സ് തന്നെയാവും നിങ്ങൾക്ക് സെയിൽ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ നാലാമത്തെ കോംബോ കേട്ടോ. നമ്മുടെ അഞ്ചാമത്തെ കോംബോ കേട്ടോ. അഞ്ചാമത്തെ കോംബോയിൽ ഒരു പിങ്ക് സോഡിൻ്റെ നല്ല ബുഷി ആയിട്ടുള്ളൊരു പ്ലാന്റ്, ബ്യൂട്ടിയുടെ ഒരു പ്ലാന്റ്, റെഡ് സോഡിൻ്റെ ഒരു പ്ലാന്റ്, ഒരു മീഡിയം സൈസ് പ്ലാന്റാണ് കേട്ടോ റെഡ് സോഡിൻ്റെ. അടുത്ത പ്ലാന്റ് വരുന്നത് പിങ്ക് എലൈൻ്റെ പ്ലാന്റാണ് കേട്ടോ. പിങ്ക് കളറാണ്. ഇനി ഇതിലിരിക്കുന്നത് ഇത് അഗ്ലോണിമ അല്ല, ഡൈഫൻബാച്ചിയുടെ വെറൈറ്റിയാണ് കേട്ടോ. പക്ഷെ നല്ല ഡിമാൻഡുള്ള നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ് കേട്ടോ. ഇതിൽ ഗ്രീൻ ഷെയ്ഡ് ഉണ്ടാവില്ല, ഈ വൈറ്റ് ഷെയ്ഡ് തന്നെയാവും ഫുള്ളും കവർ ചെയ്ത് വരുന്നത് കേട്ടോ. നല്ല വലിയ റൗണ്ട് ലീഫൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. ഇതാണ് ഒരു പ്ലാന്റ് കേട്ടോ. അപ്പോൾ ഈ 5 പ്ലാന്റാണ് നമ്മുടെ അഞ്ചാമത്തെ കോംബോയ്ക്കകത്ത് വരുന്നത് കേട്ടോ. ഇനി ലാസ്റ്റത്തെ കോംബോ കാണാം. ലാസ്റ്റത്തെ കോംബോയ്ക്കകത്ത് നല്ല ഭംഗിയുള്ളൊരു ബ്യൂട്ടിയുടെ പ്ലാന്റ്. അടുത്തത് ഡയമണ്ട് പിങ്കിൻ്റെ പ്ലാന്റാണ് കേട്ടോ. റെഡ് അല്ല, അത്
പിങ്കിൻ്റെ പ്ലാന്റാണ്. ഇത് വന്നിട്ട് വലിയൊരു പ്ലാന്റാണ്, ബോക്സറിൻ്റെ പ്ലാന്റാണ് കേട്ടോ. വലിയൊരു മദർ പ്ലാന്റ് ബോക്സറാണ്. ഒരു പിങ്ക് ലെഗസിയുടെ നല്ല ബുഷി ആയിട്ടുള്ളൊരു പ്ലാന്റ്, റെഡ് സോഡിൻ്റെ നല്ല ബുഷി ആയിട്ടുള്ളൊരു പ്ലാന്റ്. ഇതാണ് നമ്മുടെ ലാസ്റ്റത്തെ 6ാമത്തെ കോമ്പോക്കകത്ത് വരുന്ന പ്ലാന്റ്സ്, ഇൻക്ലൂഡിങ് CC 1000 തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ കോമ്പോസ്. ഭയങ്കര കാറ്റാണ് ഇവിടെ. പിന്നെ നിങ്ങൾക്ക് കൊറിയർ അയച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും കാരണവശാൽ തൊട്ടടുത്ത ദിവസമോ അതിൻ്റെ തൊട്ടടുത്ത ദിവസം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എന്നെ അത് അറിയിക്കണം കേട്ടോ. കാരണം ഡിലേ വരുമ്പോൾ ഇടയ്ക്കിപ്പോൾ ഡിലേ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് പറഞ്ഞാലേ എനിക്കറിയത്തുള്ളൂ. അപ്പോൾ നമുക്ക് അതിനുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ കൊറിയർ കിട്ടിയില്ലെങ്കിൽ 1-2 ദിവസത്തിനുള്ളിൽ കൊറിയർ കിട്ടിയില്ലെങ്കിൽ അത് നമ്മുടെ അടുത്ത് പറയാൻ ശ്രമിക്കുക കേട്ടോ, ശ്രദ്ധിച്ചോളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കോമ്പോസ്. അപ്പോൾ കോംബോ ആവശ്യമുള്ള സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക അല്ലെങ്കിൽ നേരിട്ട് കോൺടാക്റ്റ് ചെയ്യുകയോ ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു.